My dear students, welcome to Learner's World. In this video, I talk about Unit 8, Play and Child Development. Play means activity in which people engage for enjoyment and recreation. അപ്പോൾ പ്ലേ എന്ന് പറഞ്ഞാൽ അതായത് ഒരു ആക്ടിവിറ്റിയാണ്, കുട്ടികൾ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് പ്ലേ എന്നുള്ളത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഫോർ സെൽഫ് അമ്യൂസ്മെൻറ്റ് ആൻഡ് ആസ് ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ, സോഷ്യൽ ആൻഡ് മോറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു പ്ലേയിലൂടെ, അതായത് കുട്ടികൾ കളിക്കുന്നതിലൂടെ അവർക്ക് അതായത് എല്ലാ ആസ്പെക്ട്സിലുള്ള ഡെവലപ്മെൻറ്റും ഉണ്ടാകുന്നുണ്ട്. അതായത് ഫിസിക്കൽ ആസ്പെക്ട്സ് ആണെങ്കിലും മെൻ്റൽ, അതുപോലെ ഇമോഷണൽ, സോഷ്യൽ ആൻഡ് മോറൽ ഡെവലപ്മെൻറ്റൊക്കെ കുട്ടികളിൽ ഈ ഒരു പ്ലേ മൂലം ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലേ. അപ്പോൾ ഈ ഒരു പ്ലേക്ക് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. പ്ലേ ഈസ് സെലക്റ്റഡ് ബൈ ദ ചൈൽഡ് ഇറ്റ് സെൽഫ്. അതായത് ആ ഒരു പ്ലേ സെലക്ട് ചെയ്യുന്നത് കുട്ടി ഒറ്റക്കാണ് ആ പ്ലേ സെലക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എൻജോയബിൾ, it is imaginative, it is voluntary, it involves actions involving full awareness but does not produce mental stress. അതായത് ആ കുട്ടി ആ ഒരു പ്ലേയിൽ ഫുള്ളി ഇൻവോൾവ്ഡ് ആണ്. അതുപോലെ അതുകൊണ്ട് കുട്ടിക്ക് എന്താണ്, മെൻ്റൽ സ്ട്രെസ് ഒന്നും അവിടെ ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. ദെൻ ഫങ്ഷൻസ് ഓഫ് പ്ലേ. ഇനി എന്തൊക്കെ ഫങ്ഷൻസാണ് പ്ലേ കൊണ്ടുള്ളത് എന്നാണ്. ഇറ്റ് ഫെസിലിറ്റേറ്റ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്. അതായത് ഒരു പ്ലേ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് കുട്ടിയിൽ ഉണ്ടാക്കുന്നുണ്ട്. സെവറൽ പ്ലേസ് ഇൻവോൾവ് ബോഡിലി മൂവ്മെൻറ്റ്, ദേ സെർവ് ആസ് എക്സസൈസ്, ഇറ്റ് ഡെവലപ്പ് അവർ മോട്ടോർ സ്കിൽസ്. അതായത് ഈ ഒരു പ്ലേ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. അപ്പോൾ കുട്ടിക്കൊരു നല്ല ഒരു ബോഡി ഡെവലപ്പ് ചെയ്യാനും അതുപോലെ നല്ലൊരു എക്സസൈസൊക്കെ ഇതിലൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അതൊരു മോട്ടോർ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഫെസിലിറ്റേറ്റ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ്. അതായത് ഒരു പ്ലേ കുട്ടിയിൽ ഒരു ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് ബൂസ്റ്റ് ചിൽഡ്രൻസ് സെൽഫ് എസ്റ്റീം. അതായത് ഒരു പ്ലേയിലൂടെ കുട്ടിയുടെ സെൽഫ് എസ്റ്റീം ബൂസ്റ്റ് ചെയ്യാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് മേക്സ് ദം ഹാപ്പി ആൻഡ് ടെൻഷൻ ഫ്രീ. അതായത് ഒരു കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളിൽ എപ്പോഴും ഹാപ്പിനെസ് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ എപ്പോഴും അവർ ടെൻഷൻ ഫ്രീ ആണ്. ഇറ്റ് ഹെൽപ്സ് ചിൽഡ്രൻ മാനേജ് ഇമോഷൻസ്. അതുപോലെ നമുക്ക് കളിയിലൂടെ കുട്ടികൾക്ക് ഇമോഷൻസ് മാനേജ് ചെയ്യാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഫെസിലിറ്റേറ്റ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. അതുപോലെ ഈ ഒരു പ്ലേയിലൂടെ കുട്ടിക്ക് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. Children gain knowledge through their play. It develops their ability to think, remember and solve the problems. അതായത് കുട്ടിക്ക് പ്ലേയിലൂടെ നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് അവർക്ക് തിങ്ക് ചെയ്യാനും അതുപോലെ റിമെമ്പർ ചെയ്യാനും അതുപോലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനൊക്കെ കുട്ടിക്ക് ഈ ഒരു പ്ലേയിലൂടെ കഴിയുന്നുണ്ട്. അങ്ങനെ കുട്ടിക്ക് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ഇറ്റ് ഫെസിലിറ്റേറ്റ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. അതുപോലെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട് ഈ ഒരു പ്ലേയിലൂടെ. പ്ലേ ഡെവലപ്പ് സോഷ്യൽ സ്കിൽസ്. ചിൽഡ്രൻ എൻജോയ് പ്ലേഫുൾ ഇൻറ്ററാക്ഷൻ വിത്ത് അതേഴ്സ്. ചിൽഡ്രൻ ലേൺ അബൌട്ട് ബൗണ്ടറീസ്, taking turn them work and competition and cooperation. Children experience feelings associated with winning and loss. They learn to share, wait and be patient. അതായത് ഒരു കളിയിലൂടെ കുട്ടിക്ക് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അതായത് കുട്ടി മറ്റുള്ള കുട്ടികളുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്ലേയിലൂടെ. അതുപോലെ അവിടെ ലോസ് ആൻഡ് വിന്നിങ് വന്നാലും അതൊക്കെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ കുട്ടി ഈ ഒരു പ്ലേയിലൂടെ പഠിക്കുന്നുണ്ട്. അതുപോലെ എങ്ങനെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പഠിക്കാം, അതുപോലെ എങ്ങനെ വെയിറ്റ് ചെയ്യാം, എങ്ങനെയാണ് എത്രത്തോളം ക്ഷമാശീലരാകണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്ലേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റ്, അതായത് ഒരുപാട് കുട്ടികളുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യുകയും അതിലൂടെ ഒരുപാട് നോളജ് ഗെയിൻ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് പ്ലേ എന്ന് പറയുന്നത്. ഇറ്റ് ഫെസിലിറ്റേറ്റ് മോറൽ ഡെവലപ്മെൻറ്റ്. അതുപോലെ ഒരു മോറൽ ഡെവലപ്മെൻറ്റ് ഈ ഒരു പ്ലേ നൽകുന്നുണ്ട്. Play familiarizes children behaviors acceptable to others. Group play helps the children appreciate teamwork and share other feelings and respect others' roles. അപ്പോൾ നമ്മളൊരു ടീമായിട്ടൊക്കെ കളിക്കുന്ന സമയത്ത് അവിടെ ഒരു മോറൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അതായത് മറ്റുള്ളവരെ അവരുടെ റോളിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാനും അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാനും ബിഹേവിയർ ഏതൊക്കെയാണ് ആക്സെപ്റ്റബിൾ ബിഹേവിയർ, നല്ല ബിഹേവിയർ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ടീമിൽ നിന്ന് നമുക്ക് കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലേ എന്ന് പറയുന്നത് മോറൽ ഡെവലപ്മെൻറ്റ് കൂടെ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ദെൻ ടൈപ്സ് ഓഫ് പ്ലേ. ഫസ്റ്റ് വൺ ഈസ് ഫിസിക്കൽ പ്ലേ, എക്സ്പ്രസീവ് പ്ലേ, മാനിപ്പുലേറ്റീവ് പ്ലേ, സിംബോളിക് പ്ലേ, ഡ്രാമാറ്റിക് പ്ലേ.
What is physical play? It implies play involving physical activities such as running, jumping, etc. അപ്പോൾ ഈ ഫിസിക്കൽ പ്ലേ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിലൂടെ ഉള്ളൊരു പ്ലേ ആണ്. ഇതിൽ വരുന്നതാണ് ഹൈഡ് ആൻഡ് സീക്ക് പ്ലേ, ഒക്കെ ഒളിച്ചുകളി, ഇതൊക്കെ ഒരു ഫിസിക്കൽ പ്ലേ ആണ്. ദെൻ എക്സ്പ്രസീവ് പ്ലേ. It implies play that gives children opportunities to express feelings by engaging with materials. Materials used in expressive play include paints, fingerprints, watercolors, crayons, color pencils, clay, water, etc. അപ്പോൾ ഈ എക്സ്പ്രസീവ് പ്ലേ എന്ന് പറഞ്ഞാൽ അതായത് ഒരു കുട്ടി എക്സ്പ്രസ് ചെയ്യുക, എന്തെങ്കിലും മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു കളിയാണ് എക്സ്പ്രസീവ് പ്ലേ എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് ഫിംഗർ പ്രിൻറ്റ്സ്, അതായത് നമ്മൾ കയ്യിലൊക്കെ കളറാക്കിയിട്ട് എന്തെങ്കിലും ചുമരിലോ അല്ലെങ്കിൽ പേപ്പറിലൊക്കെ വെച്ച് കഴിഞ്ഞ് അങ്ങനെ കളിക്കുന്ന ഒരു കളി, അല്ലെങ്കിൽ പെയിൻറ്റ് കൊണ്ട് കളിക്കുന്നത്, വാട്ടർ കളേഴ്സ്, ക്രയോൺസ്, അതുപോലെ ക്ലേ ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് മോഡൽസൊക്കെ ഉണ്ടാക്കുന്നത്, ബ്ലോക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഓരോരോ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഇതൊക്കെ എക്സ്പ്രസീവ് പ്ലേയിലാണ് വരുന്നത്. ദെൻ മാനിപ്പുലേറ്റീവ് പ്ലേ. ഇറ്റ് ഇംപ്ലൈസ് പ്ലേ ഇൻ വിച്ച് ചിൽഡ്രൻ കൺട്രോൾ ദ പ്ലേ എൻവയോൺമെൻറ്റ്. ദേ മാനിപ്പുലേറ്റ് ദ എൻവയോൺമെൻറ്റ് ആൻഡ് അനദർ പീപ്പിൾ ആസ് മച്ച് ആസ് പോസിബിൾ. അതായത് ഈ ഒരു പ്ലേ എന്ന് പറയുന്നത് കുട്ടി ആ ഒരു എൻവയോൺമെൻറ്റിന് കൺട്രോൾ ചെയ്യുന്ന ഒരു തരത്തിലുള്ള പ്ലേ ആണ് മാനിപ്പുലേറ്റീവ് പ്ലേ എന്ന് പറയുന്നത്. Example, an infant drops a toy, the parent fix it up, clean it, return it, then the infant drops it again. അതായത് ഇവിടെ എക്സാമ്പിൾ പറയുന്നത്, അതായത് ഇപ്പോൾ ചെറിയൊരു കുട്ടി പന്ത് കൊണ്ട് കളിക്കുകയാണ്, പെട്ടെന്ന് പന്ത് കുട്ടി താഴേക്ക് ഇടുന്നു, അച്ഛൻ എന്ത് ചെയ്യുന്നു, അതെടുത്തുകൊണ്ട് വരുന്നു, വീണ്ടും കുട്ടി താഴേക്ക് ഇടുന്നു. അപ്പോൾ ഈ കുട്ടിയാണ് ആ ഒരു എൻവയോൺമെൻറ്റിനെ ആ കുട്ടിയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഈ ഒരു തരത്തിലുള്ള പ്ലേ ആണ് മാനിപ്പുലേറ്റീവ് പ്ലേ എന്ന് പറയുന്നത്. ദെൻ സിംബോളിക് പ്ലേ. ഇറ്റ് ഇംപ്ലൈസ് പ്ലേ ദാറ്റ് സിംബോളിക്കലി എക്സ്പ്രസ് ചൈൽഡ്സ് പ്രോബ്ലംസ്. അതായത് കുട്ടിയുടെ പ്രോബ്ലംസ് സിംബോളിക്കലി എക്സ്പ്രസ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള പ്ലേ ആണ് സിംബോളിക് പ്ലേ എന്ന് പറയുന്നത്. എ ചൈൽഡ് മേ പാരൻറ്റഡ് ടു ബി എ മദർ ഓർ ഫാദർ എക്സ്പ്രസിങ് സിംബോളിക്കലി സം ഇമോഷൻസ്. ചിൽഡ്രൻ മിമിക് ദെയർ പാരൻസ് ഇൻ സെർട്ടൻ പ്ലേസ് ഓഫ് ദിസ് ടൈപ്പ്. അതായത് അച്ഛനും അമ്മയൊക്കെ നമ്മൾ അനുകരിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലേ ആണ് സിംബോളിക് പ്ലേ. അതായത് അച്ഛൻ്റെയും അമ്മയുടെയും അതായത് എന്തെങ്കിലും ഒരു റിയാക്ഷൻ, അതായത് കുട്ടികളെ മോശമായിട്ട് രീതിയിൽ വഴക്ക് പറയുന്ന ഒരു റിയാക്ഷൻ, അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന റിയാക്ഷൻ, എന്തെങ്കിലും ഒരു റിയാക്ഷനൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഈ ഒരു സിംബോളിക് പ്ലേയിൽ, ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ്, മിമിക് ചെയ്യുന്നതാണ് ഈ ഒരു സിംബോളിക് പ്ലേ എന്ന് പറയുന്നത്. ദെൻ ഡ്രമാറ്റിക് പ്ലേ. ഇറ്റ് ഇംപ്ലൈസ് പ്ലേ ഇൻ വിച്ച് ചിൽഡ്രൻ ആക്ട് ഔട്ട് സിറ്റുവേഷൻ. അതായത് സിറ്റുവേഷൻ അനുസരിച്ച് കുട്ടി ആക്ട് ചെയ്യുന്നതാണ് ഡ്രാമാറ്റിക് പ്ലേ എന്ന് പറയുന്നത്. ദെൻ ഫെമിലിയറൈസേഷൻ പ്ലേ. ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് പ്ലേ വിച്ച് prefers children potentially fearful or painful experiences in their life such as surgery or parental separation. ഈ ഒരു പ്ലേ എന്ന് പറയുന്നത് അതായത് ഈ കുട്ടികളിൽ ഫിയർഫുൾ ഓർ പെയിൻഫുൾ എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടാകും അവരുടെ ലൈഫിൽ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലേ ആണ് ഫെമിലിയറൈസേഷൻ പ്ലേ എന്ന് പറയുന്നത്. അതായത് സർജറി, പാരൻ്റൽ സെപ്പറേഷൻ, ഇതൊക്കെ കാണിക്കുന്ന ഒരു പ്ലേ ആണ് ഫെമിലിയറൈസേഷൻ പ്ലേ. ദെൻ ടൈപ്സ് ഓഫ് പ്ലേ. കോഗ്നിറ്റീവ് തിയറി ഓഫ് പ്ലേ. Play is considered as integral to the development of intelligence in children. Piaget is a forerunner in this regard. അപ്പോൾ ഈ ഒരു പ്ലേ, അതായത് കോഗ്നിറ്റീവ് തിയറി ഓഫ് പ്ലേ എന്ന് പറയുന്നത് ഈ ഒരു പ്ലേ മൂലം കുട്ടിയിൽ അതായത് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് കുട്ടിയിൽ ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇത് മുന്നോട്ട് വെച്ചിരിക്കുന്നത് പിയാഷെയാണ്. ഹിസ് തിയറി ഓഫ് പ്ലേ സ്റ്റേറ്റ്സ് ദാറ്റ് ചിൽഡ്രൻ മെച്യൂർസ് ദെയർ എൻവയോൺമെൻറ്റ് ആൻഡ് പ്ലേ എൻകറേജ് ഫർദർ കൊഗ്നേറ്റീവ് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. അതായത് കുട്ടിയിൽ കൊഗ്നേറ്റീവ് അതുപോലെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റൊക്കെ ഉണ്ടാകുന്നത് കുട്ടിയുടെ ആ ഒരു എൻവയോൺമെൻറ്റിൽ നിന്നാണ് എന്നുള്ള തരത്തിലുള്ള ഒരു പ്ലേ ആണ് കോഗ്നേറ്റീവ് തിയറി ഓഫ് പ്ലേ. ദെൻ പിയാഷെസ് സ്റ്റേജ് ഓഫ് പ്ലേ. അക്കോർഡിംഗ് ടു പിയാഷെ ചിൽഡ്രൻ എൻഗേജ് ഇൻ ടൈപ്സ് ഓഫ് പ്ലേ ദാറ്റ് റിഫ്ലക്ട് ദെയർ ലെവൽ ഓഫ് കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ്. അതായത് പിയാഷയുടെ അഭിപ്രായത്തിൽ കുട്ടികൾ പ്ലേയിൽ എൻഗേജ് ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയിൽ കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട് എന്നാണ് പിയാഷെസ് സ്റ്റേജ് ഓഫ് പ്ലേ എന്ന് പറയുന്നത്. ദെൻ ടൈപ്സ് ഓഫ് പ്ലേ. ഫങ്ഷണൽ പ്ലേ, കൺസ്ട്രക്റ്റീവ് പ്ലേ, സിംബോളിക്, ഫാൻറ്റസി, ഗെയിംസ് വിത്ത് റൂൾ. വാട്ട് ഈസ് ഫങ്ഷണൽ പ്ലേ?
It is the use of bodily movements with or without objects such as running, jumping, gathering and any other informal games without rules. അപ്പോൾ ഈ ഒരു ഫങ്ഷണൽ പ്ലേ എന്ന് പറയുന്നത് ബോഡിലി മൂവ്മെൻറ്റ്സ് ഒക്കെയുള്ള ഒരു പ്ലേ ആണ് ഫങ്ഷണൽ പ്ലേ എന്നുള്ളത്. അതായത് ഒബ്ജക്ട്സ് ഉണ്ടായിട്ടും, അതായത് ബോൾ അങ്ങനെയുള്ള ഒബ്ജക്ട്സ് ഇല്ലാതെയും ഉണ്ടായിട്ടൊക്കെ നടത്തുന്ന പ്ലേ ആണ് ഈ ഫങ്ഷണൽ പ്ലേ. അതിൽ വരുന്നതാണ് റണ്ണിങ്, ജമ്പിങ്, ഗ്യാതറിങ് ആൻഡ് എനി അതർ ഇൻഫോർമൽ ഗെയിംസ് വിത്തൗട്ട് റൂൾസ് ഒന്നും ഇല്ലാത്തൊരു പ്ലേ ആണ് ഫങ്ഷണൽ പ്ലേ. ദെൻ കൺസ്ട്രക്റ്റീവ് പ്ലേ, ഇറ്റ് യൂസ്ഡ് ഒബ്ജക്ട്സ് ഇൻ എ ഓർഗനൈസ്ഡ് വേ ടു മേക്ക് ഓർ ഫോം സംതിങ്. Objects include materials such as sand, soil, modeling, clay, paint, block, etc. അപ്പോൾ കൺസ്ട്രക്റ്റീവ് പ്ലേ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒബ്ജക്ട്സ് യൂസ് ചെയ്തിട്ട് കുട്ടി കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഒരു പ്ലേ ആണ് കൺസ്ട്രക്റ്റീവ് പ്ലേ എന്ന് പറയുന്നത്. അതായത് ഒബ്ജക്ട്സ് സാൻഡ്, മണൽ കൊണ്ട് കുട്ടികൾ എന്തെങ്കിലും രൂപം ഉണ്ടാക്കുക, അല്ലെങ്കിൽ സോയിൽ, മണ്ണ് കൊണ്ട് മണ്ണപ്പം ചുട്ട് കളിക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ, അല്ലെങ്കിൽ ക്ലേ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും മോഡൽസ് ക്രിയേറ്റ് ചെയ്യുക, ബ്ലോക്ക്, പെയിൻറ്റ് ഇവയൊക്കെ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് കൺസ്ട്രക്റ്റീവ് പ്ലേ എന്ന് പറയുന്നത്. ദെൻ സിംബോളിക് ഫാൻറ്റസി, ഇറ്റ് ഈസ് റോൾ പ്ലേയിങ് ഫോർ മേക്ക് ബിലീവ് പ്ലേ സച്ച് എസ് പാരൻറ്റിങ് ടു ബി ഹീറോ, മോൺസ്റ്റർ, എക്സെട്ര. സിംബോളിക് ഓർ ഫാൻറ്റസി പ്ലേ എന്ന് പറഞ്ഞാൽ അതായത് കുട്ടികൾ റോൾ പ്ലേയിങ് നടത്തുക, അതായത് ഒരു മോൺസ്റ്ററായിട്ട്, ഹീറോ ആയിട്ടൊക്കെ റോൾ പ്ലേയിങ് നടത്തുന്നതിനെയാണ് സിംബോളിക് ഫാൻറ്റസി പ്ലേ എന്ന് പറയുന്നത്. ആൻഡ് മേക്ക് ബിലീവ് ആക്ഷൻസ് സച്ച് എസ് യൂസിങ് എ പീസ് ഓഫ് വുഡ് ആസ് മൊബൈൽ ഫോൺ. അതായത് ചെറിയ കുട്ടികളൊക്കെ എന്തെങ്കിലും മരക്കഷ്ണമൊക്കെ എടുത്തിട്ട് ചെവിയിൽ വെച്ചിട്ട് ഹലോ ഹലോ എന്ന് പറയും, അതായത് മൊബൈൽ ഫോണാണെന്നുള്ള രീതിയിൽ അവർ റോൾ പ്ലേയിങ് ഒക്കെ നടത്തുന്ന ഒരു പ്ലേ ആണ് സിംബോളിക് ഫാൻറ്റസി പ്ലേ എന്ന് പറയുന്നത്. ഓക്കെ. Then games with rule, they are games with peers that controlled by established rule. ഫുട്ബോൾ, ക്രിക്കറ്റ് ആണ് എക്സാമ്പിൾ. ഗെയിംസ് വിത്ത് റൂൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വെച്ച് കളിക്കുന്ന കളി, അതിനെയാണ്, അത് എക്സാമ്പിളാണ് ഫുട്ബോൾ, ക്രിക്കറ്റ് തുടങ്ങിയൊക്കെ. പിയാഷെ വ്യൂഡ് ദിസ് ഫോംസ് ഓഫ് പ്ലേ ആസ് ബിഗിനിങ് വിത്ത് ഫങ്ഷണൽ പ്ലേ ആൻഡ് പ്രോഗ്രസിങ് ടു ഗെയിംസ് വിത്ത് റൂൾ. അപ്പോൾ പിയാഷെ ഇതിനെ കാണുന്നത് അതായത് ഫങ്ഷണൽ പ്ലേ ആയിട്ടാണ്, ഗെയിംസ് വിത്ത് റൂൾസും റെഗുലേഷൻസൊക്കെ ഉള്ള ഒരു പ്ലേ. ദെൻ കോൺട്രിബ്യൂഷൻസ് ഓഫ് പ്ലേ ടു ചൈൽഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു പ്ലേ ചൈൽഡ് ഡെവലപ്മെൻറ്റിന് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഡെവലപ്പ് ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ, അതായത് കുട്ടിയിൽ ന്യൂറോ മസ്കുലർ കോർഡിനേഷനൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഡെവലപ്സ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഈ കുട്ടിയിൽ പ്ലേ മൂലം ഉണ്ടാകുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ചിൽഡ്രൻ മാനേജ് ഇമോഷൻസ്, അതായത് കുട്ടി ഒരു പ്ലേ ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ചെയ്യുന്ന സമയത്ത് ഇമോഷൻസ് മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇറ്റ് ഡെവലപ്പ് സോഷ്യൽ സ്കിൽസ്, അതായത് കുട്ടി പിയേഴ്സുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നതിലൂടെ കുട്ടിക്ക് സോഷ്യൽ സ്കിൽസ് ഉണ്ടാകുന്നുണ്ട്. ഇറ്റ് ഡെവലപ്സ് മോറൽ സ്കിൽസ്, അതായത് നല്ല ബിഹേവിയേഴ്സ് പഠിക്കാൻ പറ്റുന്നുണ്ട്, അതുപോലെ മറ്റുള്ളവരെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യാം, അവരുടെ റോൾസിനെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യാം, അവരുടെ ഫീലിങ്സ് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതൊക്കെ നമുക്ക് പ്ലേയിലൂടെ കിട്ടുന്നുണ്ട്. ഇറ്റ് ഡെവലപ്സ് മോറൽ സ്കിൽസ്. ദെൻ ഇറ്റ് ഡെവലപ്പ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഇൻ ചിൽഡ്രൻ. അപ്പോൾ കുട്ടികളിൽ പ്രോബ്ലം സോൾവിങ് സ്കിൽസൊക്കെ കിട്ടുന്നത് പ്ലേ മൂലമാണ്. ഇറ്റ് ഡെവലപ്പ് സെൽഫ് കൺട്രോൾ ഇൻ ചിൽഡ്രൻ, അപ്പോൾ സെൽഫ് കൺട്രോൾ പ്ലേ മൂലം കിട്ടുന്നുണ്ട്. ഇറ്റ് ഡെവലപ്പ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതായത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് പ്ലേയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് മോഡിഫൈ ബിഹേവിയർ, നല്ലൊരു ബിഹേവിയർ മോഡിഫൈ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇംപ്രൂവ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത്, അതായത് ഈ ഒരു പ്ലേ മൂലം കുട്ടിക്ക് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഉണ്ടാകുന്നുണ്ട്. ഇറ്റ് ഫോസ്റ്റേഴ്സ് ഫ്രണ്ട്ഷിപ്പ്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇറ്റ് ഫെസിലിറ്റേറ്റ് സോഷ്യലൈസേഷൻ ഓഫ് ചിൽഡ്രൻ, അതായത് കുട്ടികളുമായിട്ട് ഒരു സോഷ്യലൈസേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. ഇറ്റ് റെഡ്യൂസസ് ടെൻഷൻ, അതുപോലെ കുട്ടികളിൽ ടെൻഷൻ ഇല്ലാതാവുന്നുണ്ട് ഈ ഒരു പ്ലേ മൂലം. ഇറ്റ് ഡെവലപ്പ് ഇമാജിനേഷൻ, അതുപോലെ ഇമാജിനേഷൻ ഡെവലപ്പ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ദ ചിൽഡ്രൻ അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ്, അതുപോലെ ലോകത്തെ മനസ്സിലാക്കാനൊക്കെ കുട്ടിക്ക് ഈ ഒരു കളിയിലൂടെ കഴിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. I conclude here. Thank you for watching our video. If you are interested, please subscribe, comment, share, like. Thank you.